പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ പ്രത്യുഷ. ബാക്ക് ടു ഹിസ്റ്ററിയുടെ പുതിയൊരു ചരിത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ 5-ാമത്തെ അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 5-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ പഠനവിധേയമാകുന്നത്. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നു വരുന്ന എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫ്രാങ്കോയിസ് ബർണിയർ ആൻഡ് ഹിസ് വിഷൻ എബൌട്ട് ഇന്ത്യ. ബർണിയറും അദ്ദേഹം കണ്ട ഇന്ത്യയും എന്താണെന്ന് നോക്കാം. AD 1500 കൂടിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വരാനായി ആരംഭിക്കുന്നത്. ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യന്മാരും പോർച്ചുഗീസുകാർ തന്നെയാണ്. അതിനെ പിന്തുടർന്ന് there are several Europeans like Dutch, French and English. They were came to India and one of them, famous among them, was Jean-Baptiste Tavernier. He is a jewel maker. He came to India 6 times. അതിൽ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പിന്തുടർന്ന് ഡച്ചുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു, ഇംഗ്ലീഷുകാർ വരുന്നു. അങ്ങനെ വന്നവരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ്, ഒരു ജ്വൽ മേക്കറായിരുന്നു ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയർ. അദ്ദേഹം ഇന്ത്യയിൽ ഏതാണ്ട് 6 വട്ടം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യ സന്ദർശിച്ച 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ഫ്രാങ്കോയിസ് ബർണിയർ. Bernier, who came to India for searching job. He is a philosopher, doctor and genius also. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു, is a politician and is a doctor also. അദ്ദേഹം ഒരു വൈദ്യനും കൂടെ ആയിരുന്നു. He came to India as Mughal. He came to Mughal court. He closely associated with Mughal court. He is a doctor of Dara Shikoh, the elder son of Shah Jahan. He came to India in 14th century at the time of Shah Jahan and Aurangzeb. അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോവിൻ്റെ ഡോക്ടറായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ മുഗൾ രാജധാനിയിൽ അദ്ദേഹം വരുന്നത്. ഹി സ്പെൻഡ് അറ്റ് ലീസ്റ്റ് 12 years in India. അദ്ദേഹം ഇന്ത്യയിൽ ഏതാണ്ട് 12 വർഷക്കാലത്തോളം ഇന്ത്യയിൽ വരികയും ഇവിടെ താമസമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളൂ ഫ്രാങ്കോയിസ് ബർണിയർ ഹു കമ്പയർ ഹിസ് വിഷൻ എബൌട്ട് ഇന്ത്യ. ബർണിയറും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് സബ് ടൈറ്റിൽ വി ഡിസ്കസ് കമ്പയറിംഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അദ്ദേഹം ഇവിടെ എന്ത് കണ്ടോ അതിനെയൊക്കെ യൂറോപ്പുമായി താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ എല്ലാ സിദ്ധാന്തങ്ങളും പൊതുവെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്താണ്, യൂറോപ്യൻ കേന്ദ്രീകൃതമാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ കിഴക്കുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടെന്നാൽ ഏഷ്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയാണ് പൊതുവെ, ഏഷ്യൻ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. കിഴക്കുള്ള രാജ്യങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. അങ്ങനെ ബർണിയർ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ പുസ്തകമാണ് ട്രാവൽസ് ഇൻ മുഗൾ എംപയർ ഇൻ 1656 to 1668. 1656 മുതൽ 1668 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകമാണ് മുഗൾ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങൾ എന്ന പേരിൽ, മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഹി പ്രിന്റഡ് ഹിസ് ബുക്ക് അറ്റ് ഫ്രാൻസ് ഇൻ 1670-71. 1670-71 കാലഘട്ടത്തിൽ അദ്ദേഹം പുസ്തകം ഹി പബ്ലിഷ്ഡ് ഇൻ ഫ്രഞ്ച് ലാംഗ്വേജ്. ഫ്രഞ്ച് ഭാഷയിൽ ഫ്രാൻസിൽ വെച്ച് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ബുക്ക് ടു ലൂയിസ് 14, ദ കിങ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 14 ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം സമർപ്പിക്കുന്നത്. He again reprinted this book. This book reprinted in France in 1670 to 1725 in 8 times in French language. 1670, 1725 കാലഘട്ടത്തിൽ
ഫ്രഞ്ച് ഭാഷയിൽ ഈ പുസ്തകം 8 പ്രാവശ്യം റീപ്രിന്റ് ചെയ്യപ്പെടുന്നു. ഇൻ 1684 ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദിസ് ബുക്ക് ഈസ് റീപ്രിന്റഡ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കും ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബെർണിയറെ കുറിച്ച് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ബെർണിയർ ആൻഡ് ഡീജനറേറ്റ് ഈസ്റ്റ്. അടുത്ത സബ് ടൈറ്റിൽ വി ഡിസ്കസ്ഡ് ദാറ്റ് ബെർണിയർ ആൻഡ് ദ ഡീജനറേറ്റ് ഈസ്റ്റ്. ബെർണിയറും ക്ഷയോന്മുഖമായ കിഴക്കും. ബെർണിയറും അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അദ്ദേഹം താരതമ്യം ചെയ്യുക. ഹിയർ the first point we discuss the difference of attitude between Ibn Battuta, the earlier travel we discussed in the last class, and the vision of Francois Bernier. We compare their vision about India. ഇവിടെ ആദ്യത്തെ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തത് ബെർണിയറുടെ ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇബ്ൻ ബത്തൂത്തയുടെ കാഴ്ചപ്പാടുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. Ibn Battuta, who is impressed in India, and he gave a detailed account about the unfamiliar things that he is in India. ഇന്ത്യയിൽ കണ്ട അപരിചിത വസ്തുക്കളെ കുറിച്ച് വളരെ താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം എഴുതുന്നത്. ഹി ഈസ് വെരി ഇംപ്രസ്ഡ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയെ സംതൃപ്തനായിരുന്നു. ഇന്ത്യയിലെ അവസ്ഥകളോട് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ആ ഒരു അവസ്ഥയുമായി പൊരുത്തപ്പെട്ടിരുന്നു എന്നുള്ളത്. ബട്ട് ബെർണിയർ ഹി ഡിഡ് നോട്ട് ഇംപ്രസ്ഡ് ഇൻ ഇന്ത്യ. He always compare the India with his European countries. ഇന്ത്യയെ എപ്പോഴും യൂറോപ്പിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഹി ഫോക്കസ്ഡ് ഓൺ ദ സുപ്പീരിയോറിറ്റി ഓഫ് ദ യൂറോപ്യൻ കൺട്രി. യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവിത്വത്തെക്കുറിച്ച് അവരെപ്പോഴും ഉയർന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇബ്ൻ ബത്തൂത്താസ് വിഷൻ ആൻഡ് ബെർണിയർ വിഷൻ അബൌട്ട് ഇന്ത്യ. ബെർണിയറുടെയും ഇബ്ൻ ബത്തൂത്തയുടെയും കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങൾ ഇവയാണ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നന്നായി എന്നെ മനസ്സിലാക്കുക. പരീക്ഷയ്ക്കിടയ്ക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഹിസ് ബുക്ക് അബൌട്ട് ദ ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ ഈസ് എ കീൻ ഒബ്സർവേഷൻ അബൌട്ട് ഇന്ത്യൻ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ പുസ്തകം മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന പുസ്തകം മുഗൾ കാലഘട്ടത്തിലെ കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ് ഒബ്സർവേഷൻ ആണ്, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. The second thing we understand that he always compare with the East and West and he emphasized the superiority of the European countries. അദ്ദേഹം എപ്പോഴും കിഴക്കിനെയും പടിഞ്ഞാറിനെയും താരതമ്യം ചെയ്യുകയും കിഴക്കൻ രാജ്യങ്ങളുടെ മേധാവിത്വത്തെ അദ്ദേഹം സ്ട്രെസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്, ഊന്നൽ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. The third point, we understand that he always represent India as a binary opposition, as just a reverse in Europe. അദ്ദേഹം ഇന്ത്യയെ എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണ്? ബൈനറി ഒപ്പോസിഷൻ എന്ന രീതിയിലാണ്, മോഡൽ ഓഫ് ബൈനറി ഒപ്പോസിഷൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ യൂറോപ്പ് എങ്ങനെയാണോ അതിൻ്റെ നേർ വിപരീതമാണ് ഇന്ത്യ എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ഏത് മാതൃക എന്ന് മനസ്സിലാക്കുന്നത്? ബൈനറി ഒപ്പോസിഷൻ മോഡൽ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇതാണ് ബെർണിയറിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകൾ എന്നുള്ളത്. The first one, he always his book The Travels in the Mughal Empire is a detailed account about his keen observation about Indian society. The second thing is that he always compare the East with the West and always emphasized on the superiority of European countries. The third one is that he represented India as a binary opposition model as just a reverse to European countries. ഈ 3 പോയിന്റുകളും മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന്റെ മറ്റ് കാഴ്ചപ്പാടുകളെ നമ്മൾ കൂടുതൽ അറിയാൻ. അടുത്തതായിട്ട് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിസ് ക്വസ്റ്റ്യൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്, ഭൂവുടമസ്ഥതയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. He says that there is no private property in Mughal India. മുഗൾ രാജ്യത്ത് എന്തില്ല? സ്വകാര്യ ഭൂവുടമസ്ഥത എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം he says that all the
land of the Mughal Empire is the Crown Empire, or under the property, all the property of the Mughal period under the control of the state or king. അതായത് മുഗൾ രാജ്യത്തിലെ എല്ലാ ഭൂമിയുടെ അവകാശം ആരാണ്? രാജാവിനായിരുന്നു. The king who divided the entire land to the different landlords. ഇന്ത്യയിലെ ഈ ഭൂമികളൊക്കെ ആർക്ക് വീതിച്ചു കൊടുക്കുന്നു? ഭൂ ഉടമകൾക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Such kind of economic system, there is no progress. He says that this economy is a stagnant economy. ഇത്തരത്തിലുള്ളൊരു ഭൂവുടമസ്ഥ അവസ്ഥ എന്തിന് കാരണമാകുന്നു? രാജ്യത്തിൻ്റെ സാമ്പത്തിക നിശ്ചലാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ, അദ്ദേഹം ഇതിന് പറയുന്ന കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് the property is not the property who divided to the landlords, that property is not hereditary or not transferred to her son or her heir. അതായത് ഈ വീതിച്ചു കൊടുക്കുന്ന ഭൂമി എന്തല്ല? ട്രാൻസ്ഫറബിൾ അല്ല, അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത ഭൂമിയായിരുന്നു. The second one is that such kind of a land, the proprietors did not make any long-term investment in the land. അത്തരത്തിലുള്ള ഭൂമിയിൽ അതിൻ്റെ താൽക്കാലിക ഉടമ ആരാണോ അദ്ദേഹം അതിൽ എന്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല? ഒരു ദീർഘകാലത്തേക്ക് അതിൽ നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നില്ല. അതായത് ഒരു കൂടുതൽ കാലത്തിലേക്ക് വിളവെടുക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ അദ്ദേഹം ആ ഭൂമി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. The third one is that it caused for the ruin of the agriculture. ഇത് കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. The third one was the cause for the rise of the landlordism. ഭൂവുടമസ്ഥതയുടെ, അതായത് ഭൂപ്രഭുക്കന്മാരുടെ വളർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. The fifth one is that the cause for the suppression of the peasants also. അത് കർഷകരുടെ അടിച്ചമർത്തലുകൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ വിഷൻ ഓഫ് ദ ക്രൗൺ ലാൻഡ് ഓഫ് ഇന്ത്യ about the crown land of India of Bernier. ഇന്ത്യയിലെ രാജകീയ ഭൂമിയെക്കുറിച്ച് ബർണിയറുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. ബർണിയർ says that there is no private property in India. ഇന്ത്യയിൽ എന്തില്ല? സ്വകാര്യ ഭൂമി ഉണ്ടായിരുന്നില്ല. The whole property were under the state or under the big or crown. രാജാവിന് കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് കീഴിലോ ആയിരുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? സച്ച് കൈൻഡ് ഓഫ് ഇക്കണോമി ഈസ് എ സ്റ്റാഗ്നന്റ് ഇക്കണോമി. അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ, ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് this land is not transferable. The second one is that such kind of a land, there is no long-term investment by the proprietors. The third one is that it caused for the ruin of the agriculture. Fourth one is that the caused for the rise of landlordism. And fifth one is that it caused for the suppression of the peasants also. അത്തരത്തിലുള്ള ഭൂമി കൈമാറാൻ സാധിക്കുന്നില്ല, ദീർഘകാലത്തിലേക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. ഇത് ഭൂവുടമസ്ഥതയുടെ പ്രഭുക്കന്മാരുടെ വളർച്ചയ്ക്കും കർഷകരുടെയും കൃഷിയുടെയും തകർച്ചയ്ക്കും കാരണമാകുന്നു എന്നാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? ബർണിയർ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗം. But he says that there is only two classes in Indian society. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആകെ രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് റിച്ച് ആൻഡ് അനദർ വൺ ഈസ് ദ പുവർ. ദരിദ്രരും സമ്പന്നരും. The majority of the rich, they always superior over the poor people. The majority poor people. മൈനോറിറ്റി ആയ സമ്പന്നർ താഴേക്കിടയിലുള്ള ആളുകളുടെ മേലെ എപ്പോഴും എന്ത് ചെയ്യുന്നു? മേധാവിത്വം കാണിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. The next subtitle, we discussed that Burnier's vision about the Mughal ruler. മുഗൾ രാജാവിനെ കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. He says that the Mughal ruler is a ruler of beggars and barbarians. മുഗൾ റൂളർ എന്ന് പറയുന്നത് ഭിക്ഷാടകരുടെയും അതുപോലെ തന്നെ
അപരിഷ്കൃതരുടെയും രാജാവാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. The entire Mughal towns and cities were ruined and polluted with ill air. മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും എന്താണ്? മലീമസമാണ്, ആകെ വൃത്തികേടായി ഇരിക്കുകയാണ്, വായു പോലും മലിനമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. The entire field of the country also overspread with bush. രാജ്യത്തിലെ ഭൂമി കൃഷിക്കൊന്നും ഉപയോഗിക്കാതെ ആകെ കാട് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. The 3 point we understand that the Mughal ruler is a ruler of beggars and barbarians. മുഗൾ രാജാവ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഭിക്ഷാടകരുടെയും യാചകരുടെയും രാജാവാണ്. The entire land were ruined, the entire towns and cities were ruined and ill polluted. The third one, the field of the Mughal empire were overspread with the bushes. ആകെ കാട് കയറിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. But the moderns, the historians did not agree with this concept of Bernier. There is no evidence in any of the Mughal records. There is the absence of private property. ഇന്ത്യയിൽ സ്വകാര്യ ഭൂമി ഉണ്ടായിരുന്നില്ല എന്നതിന് യാതൊരു തെളിവും മുഗൾ കാലഘട്ടത്തിൽ കാണിക്കുന്നില്ല. The famous writer and historian of Mughal period was the Abul Fazl, and he says that he described the land revenue as a term. Thus is the land revenues were the remuneration of sovereignty of that time, sovereignty at that time. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയെ സൂചിപ്പിക്കാൻ അബുൾ ഫസൽ ഉപയോഗിക്കുന്ന ടേമാണേത്? റെമ്യൂണറേഷൻ ഓഫ് സോവർണിറ്റി, പരമാധികാരത്തിനുള്ള പ്രതിഫലങ്ങൾ എന്ന പേരിലാണ് അബുൾ ഫസൽ ഡിസ്ക്രൈബ്ഡ് ദ ലാൻഡ് റവന്യൂവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ദ റൂളർ ക്ലൈംഡ് ദ ടാക്സ് ഓൺ ദ സബ്ജക്റ്റ് ആസ് ദ പ്രൊട്ടക്ഷൻ ഹി ഗേവ് ടു ഹിസ് സബ്ജക്റ്റ്. രാജാവ് ജനങ്ങൾക്ക് നൽകുന്ന ഹി ക്ലൈംഡ് ദ ടാക്സ് ആസ് എ റിവാർഡ് ദാറ്റ് ഹി ഗേവ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ് സബ്ജക്റ്റ്. അദ്ദേഹം തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ പ്രത്യുപകാരമായിട്ട് അദ്ദേഹം വാങ്ങിക്കുന്ന ടാക്സിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഹീസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ റെമ്യൂണറേഷൻ ഓഫ് സോവർണിറ്റി, പരമാധികാരത്തിന്റെ പ്രതിഫലങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ടാക്സിനെ സൂചിപ്പിക്കാനുള്ള കാര്യം കേട്ടോ. ഇത് പലപ്പോഴും ഉയർന്ന തുകയായതുകൊണ്ടായിരിക്കാം മുഗൾ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഉയർന്ന നികുതി ഉളവാക്കിയത് ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുകയും ബർണിയറുടെ ഇത്തരത്തിലുള്ള സ്വകാര്യ സ്വത്തില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരിക്കുകയും ചെയ്യുകയാവാം എന്നൊക്കെയാണ് പിൽക്കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരുടെ ഒരു നിഗമനങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് എന്തെങ്കിലും സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവൊന്നും ആ കാലഘട്ടത്തിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ദ വിഷൻ ഓഫ് ബർണിയർ ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മെനി ഓഫ് ദ യൂറോപ്യൻ റൈറ്റേഴ്സ്. ബർണിയറുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പല യൂറോപ്യൻ ചിന്തകന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പല തിയറികൾ കൊണ്ടുവരാനും കാരണമായി. അത്തരത്തിൽ സ്വാധീനിച്ച 2 വ്യക്തികളാണ്. ഒന്ന് ഫ്രഞ്ച് ചിന്തകനായ മൊണ്ടേസ്ക്യൂ, 2 നമ്മുടെ കാൾ മാർക്സുമാണ്. ദ മൊണ്ടേസ്ക്യൂ ഹു put forward the theory of oriental despotism. മൊണ്ടേസ്ക്യൂ മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണേത്? പൗരസ്ത്യവാദം എന്നുള്ളത്. By oriental despotism he says that the rulers of the Asian countries, they were superior over their subject. The common people who were very suffered under their crown. പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ മൊണ്ടേസ്ക്യൂ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ്? ദേ വെർ വെരി സോവറിൻ ഇൻ നേച്ചർ. അവർ വളരെ പരമാധികാരികളായിരുന്നു. ദേ വെർ ഡെസ്പോട്ട് ഇൻ ദെയർ നേച്ചർ.
വെരി ഡെസ്പോട്ടിക് ഇൻ ദെയർ സ്വേച്ഛാധിപതികളായിരുന്നു. അവരുടെ കീഴിൽ സാധാരണ ജനങ്ങൾ വളരെയധികം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലുമായിരുന്നു എന്നുള്ള ആ ഒരു വാദത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈ വി മീൻ ദ ഓറിയന്റൽ ഡിസ്പോട്ടിസം. ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന സിദ്ധാന്തത്തിലൂടെ ആര് മുന്നോട്ട് വയ്ക്കുന്നത്? മൊണ്ടേസ്ക്യൂ മുന്നോട്ട് വയ്ക്കുന്നത്. The next important theory that is put forward by the Karl Marx and his Asiatic mode of production. അടുത്തതായി മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് കാൾ മാക്സ് ആണ്. അദ്ദേഹത്തിന്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. By Asiatic mode of production, he says that the pre-colonial India, the entire surplus that is under the control of the ruler or the state. Such a state, there is no progress, there is a stagnant economy that is caused for the rise of the egalitarian village communities, but that villages were also under the crown. അപ്പം ഈ ഒരു സിദ്ധാന്തത്തിലൂടെ കാൾ മാക്സ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യത്തിലെ സർപ്ലസ് വാല്യൂ മിച്ചമൊക്കെ ആരുടെ കീഴിലാണ്? സ്റ്റേറ്റിന്റെ കീഴിലാണ്. അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൽ എന്തില്ല? ദർ ഈസ് നോ പ്രോഗ്രസ്. അതിൽ ഒരു പ്രോഗ്രസ് ഇല്ല. അതുപോലെ സെൽഫ് സഫിഷ്യൻ്റ് ആയ കുറേ ഇഗാലിറ്റേറിയൻ വില്ലേജുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ആ വില്ലേജുകളും ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ബർണിയറുടെ വീക്ഷണങ്ങൾ പല യൂറോപ്യൻ ചിന്തകന്മാരെ സ്വാധീനിക്കുകയും ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ കൊണ്ടുവരാൻ അവരെ കാരണമാക്കുകയും ചെയ്തു എന്നുള്ളത്. ബട്ട് ദ അക്കൗണ്ട് ഓഫ് ദ ബർണിയർ നോട്ട് ദ ഫുൾ ഒതന്റിക്, but we can also use it as a travel account. We understand the entire society of the India at that period by his account. അപ്പം നമുക്ക് ബർണിയറുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾ ഇത് എഴുതുന്ന ആളുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രധാനം എന്നുള്ളതാണ്. ഫുള്ളായിട്ട് നമുക്കത് സത്യസന്ധമാവണമെന്നില്ല, ഒതന്റിക് അല്ലെങ്കിലും ആ കാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ച് അറിയാൻ നമുക്ക് ഈ അക്കൗണ്ടുകൾ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. ഈ ധാരണയിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ബർണിയറും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണ്. നമ്മൾ ആദ്യം ബർണിയർ ആരാണ്, അദ്ദേഹം ഇന്ത്യയിൽ വന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ്? ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ. അപ്പം അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ബർണിയറും അദ്ദേഹത്തിൻ്റെ ഈസ്റ്റേൺ രാജ്യങ്ങളും എന്നുള്ള കാഴ്ചപ്പാടാണ്. രണ്ടാമതായി പറഞ്ഞത് ഡീജനറേറ്റിംഗ് നേച്ചർ ഓഫ് ദ ഈസ്റ്റ്, അതായത് കിഴക്കൻ രാജ്യങ്ങളുടെ ക്ഷയോന്മുഖമായ അവസ്ഥയെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തങ്ങളെക്കുറിച്ച്, മുഗൾ കാലഘട്ടത്തിലെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഭൂവുടമസ്ഥതയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് മുഗൾ രാജാക്കന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും, ഇത് സ്വാധീനിച്ച രണ്ട് ചിന്തകന്മാരായ കാൾ മാർക്സിനെ കുറിച്ചും മൊണ്ടേസ്ക്യൂവിനെ കുറിച്ചും, മൊണ്ടേസ്ക്യൂവിൻ്റെ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന തിയറിയും കാൾ മാർക്സിൻ്റെ ഏഷ്യാറ്റിക് പ്രൊഡക്ഷനും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടർന്നും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.